ഡിയേഴ്സ്, പൈലറ്റ് ആവുന്നത് എങ്ങനെ? എന്താണ് നിങ്ങളുടെ ആഗ്രഹമെന്ന് ചെറുപ്പത്തിൽ ചോദിച്ച സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും പൈലറ്റ് ആവണം എന്നുള്ളത്. വിമാനം അങ്ങനെ മുകളിലൂടെ പറക്കുന്നത് കാണുന്ന സമയത്ത് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവും എങ്ങനെ ഉണ്ടാവും പൈലറ്റ് ആയി കഴിഞ്ഞാൽ, പൈലറ്റ് ആയാലും എനിക്ക് ഒരുപാട് രാജ്യത്തേക്ക് പോകാമല്ലോ. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇന്ന് ദുബായിലാണെങ്കിൽ നാളെ ഓസ്ട്രേലിയയിലായിരിക്കും, അല്ലെങ്കിൽ വേറെ രാജ്യത്തായിരിക്കും. അങ്ങനെ പറന്ന് കളിക്കാൻ വേണ്ടി പറ്റും, എത്ര രാജ്യങ്ങൾ സന്ദർശിക്കാൻ പറ്റുമൊക്കെ നിങ്ങളുടെ സ്വപ്നത്തിൽപ്പെട്ടൊരു ജോലിയായിരിക്കും പൈലറ്റ് ആവുക എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് പൈലറ്റ് ആവാൻ സാധിക്കുക എന്നുള്ളതാണ് വിശദമായി നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. വിശദമായി നമ്മൾ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് ഇതുപോലെയുള്ള കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും കരിയർ അപ്ഡേറ്റ്സും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് മേഖലയിലേക്ക് എത്തിപ്പെടണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതിന് എന്ത് കോഴ്സാണ് പഠിക്കേണ്ടത്, എവിടെയാണ് പഠിക്കേണ്ടത്, ഏത് മേഖലയിലേക്കാണ് പോകേണ്ടത് തുടങ്ങിയിട്ടുള്ള വിശദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, പറയുന്നതായിരിക്കും. അപ്പോൾ മക്കളെ, കൃത്യമായിട്ട് പൈലറ്റ് ആവുന്നത് എങ്ങനെയാണെന്നുള്ളത് പൂർണ്ണമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് പൈലറ്റ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൈലറ്റ് ആവുക എന്ന് പറയുന്നത് ലൈസൻസിങ് പ്രോസസ്സാണ്. അപ്പോൾ അത് ലൈസൻസ് എടുക്കുക നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ലൈസൻസുകളുണ്ട്. അപ്പോൾ ലൈസൻസ് എന്ന് പറയുന്ന സമയത്ത് സ്റ്റുഡൻറ്റ് പൈലറ്റ് ലൈസൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടേത് ആവശ്യത്തിൽ പേഴ്സണൽ സ്വഭാവത്തിലൊക്കെ ആളുകൾക്ക് ഫ്ലൈ പഠിക്കാനും സൂപ്പർവിഷനോടുകൂടി, ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറുടെ സൂപ്പർവിഷനോടുകൂടി നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള ഫസ്റ്റ് സ്റ്റേജ് ആണ് സ്റ്റുഡൻറ്റ് പൈലറ്റ് ലൈസൻസിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ സെക്ടറാണ് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് എന്ന് പറയുന്നത്. ഇതാണ് മിക്കവാറും നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമായിട്ട് വരിക. കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ശമ്പളത്തിൽ വർക്ക് ചെയ്യാനും എയർക്രാഫ്റ്റുകളും എയർലൈൻസിലും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ് ഇത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതിൽ ചാർട്ടർ ഫ്ലൈറ്റുകൾ, ഏരിയൽ ഫോട്ടോഗ്രാഫി, അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടീച്ചിങ്ങിനൊക്കെ നിങ്ങൾ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ആണ് എടുക്കേണ്ടതെന്നുള്ളതാണ്. ഇനി പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് ഉണ്ട്, PPL എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പേഴ്സണൽ ആവശ്യത്തിനും റിക്രിയേഷണൽ റീസൺസിനും വേണ്ടി വിമാനം പറത്താൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള സംഗതിയാണ് പൈലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ PPL എന്ന് പറയുന്നത്. മറ്റൊന്ന് എയർലൈൻ ട്രാൻസ്പോർട്ട് പൈലറ്റ് ലൈസൻസ് ആണ്. അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് കൂടുതൽ പ്രാവശ്യം നിങ്ങൾ വിമാനമൊക്കെ പറത്തി ഫ്ലൈയിങ് എക്സ്പീരിയൻസ്, ഫ്ലൈയിങ് അവേഴ്സ് ഒക്കെ ഉണ്ടാകുന്ന സമയത്താണ് ATPL ലൈസൻസ് നിങ്ങൾക്ക് കിട്ടുക എന്നതാണ്. അത് വലിയ വിമാനങ്ങളൊക്കെ പറത്താൻ വേണ്ടിയിട്ടുള്ള ലൈസൻസിങ് ആണ് എന്നതാണ്. ഇത്രയും ലൈസൻസ് ആണ് നിങ്ങൾക്ക് സാധാരണ പൈലറ്റ് ലൈസൻസ് എന്നുള്ള സ്വഭാവത്തിൽ ലൈസൻസിങ് ആയിട്ട് ഉണ്ടാവുക. അല്ലാതെ നിങ്ങൾക്ക് പൈലറ്റ് ആവാനുള്ള മറ്റൊരു ഓപ്ഷൻ ആണെന്ന് പറയുന്നത്, ഇന്ത്യയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ എയർഫോഴ്സ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈലറ്റ് ആവാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിമാനം നിങ്ങൾക്ക് റിട്ടയർ ആയി കഴിഞ്ഞ ശേഷം കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് നിങ്ങൾക്ക് കിട്ടുന്ന സ്വഭാവത്തിൽ, അതുപോലെ തന്നെ ആ ഒരു മേഖലയിലേക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എത്ര വയസ്സുണ്ടാവണം? നിങ്ങൾ അറ്റ്ലീസ്റ്റ് 17 വയസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. നിങ്ങൾ +2 ഫിസിക്സും മാത്സും ഇംഗ്ലീഷും പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ആണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ല. NIOS-ലൂടെ നിങ്ങൾക്ക് ഫിസിക്സും മാത്സും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പഠിച്ചെടുത്താൽ മതി. അങ്ങനെ നിങ്ങൾക്ക് മിനിമം 51% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പൈലറ്റ് ലൈസൻസ് ആവാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒന്നാമതായി നിങ്ങൾ ഇതിൽ നോക്കേണ്ടത് നിങ്ങൾ ഫിസിക്കൽ ഫിറ്റ്നസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഫിസിക്കലി നിങ്ങൾ ഫിറ്റ് ആണോ എന്നുള്ളത് പ്രധാനപ്പെട്ട സംഗതിയാണ്. അതിനാവശ്യമായിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട സംഗതിയാണ്. പൈലറ്റിന് എത്ര രൂപ സാലറി ഉണ്ടാവും? സാലറി എല്ലാവരും അട്രാക്ട് ചെയ്യുന്ന ഒരു ഘടകമല്ലേ. നിങ്ങൾക്ക് മാസം 1 ലക്ഷം മുതൽ നിങ്ങൾക്ക് സാലറി ഉണ്ടാവും എന്നുള്ളതാണ്. 50,000 മുതൽ 1 ലക്ഷം വരെ മാസത്തിൽ സാലറി കിട്ടുന്ന ആളായിരിക്കും എൻട്രി ലെവൽ. നിങ്ങൾ ജസ്റ്റ് ഒരു പൈലറ്റ് ആയിട്ട് കയറുകയാണെങ്കിൽ എൻട്രി ലെവലിൽ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് കൂടുതൽ എക്സ്പീരിയൻസും മേഖലയിലേക്കോ അടുത്ത ലെവലിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 ലക്ഷം മുതൽ 50 ലക്ഷം വരെ വർഷത്തിൽ സാലറി കിട്ടുന്ന സ്വഭാവത്തിലുള്ള ഒരു പൊസിഷനാണ് പൈലറ്റ് എന്ന് പറയുന്നത്. വലിയ ഉത്തരവാദിത്തമുള്ള പൊസിഷനാണ്, അതുകൊണ്ട് സാലറിയും കൂടുതലാണ്. സീനിയർ പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം 1 കോടി വർഷത്തിൽ കിട്ടുന്ന രീതിയിലുള്ള വലിയ ഓപ്പർച്യൂണിറ്റിയാണ് എന്ത് പറയുന്നത്, പൈലറ്റ് ആവുക എന്ന് പറയുന്നത്. അപ്പം വിമാനം പറത്തുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. നമ്മൾ സാധാരണ റോഡിൽ കൂടെ വാഹനം ഓടിക്കുന്ന പോലെയല്ലല്ലോ വിമാനം പറത്തുക എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള സാലറി വർദ്ധിക്കുകയും ചെയ്യും എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി മെഡിക്കൽ ഫിറ്റ്നസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. Class 2 മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, ഇതിനാവശ്യമായിട്ട് കിട്ടേണ്ടത്. ഇതിൻ്റെ എല്ലാ ലൈസൻസിയും കൊടുക്കുന്ന സംവിധാനത്തിൻ്റെ പേരാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എന്ന് പറയുന്നത്, DGC എന്ന് പറഞ്ഞിട്ടുള്ള. DGC അപ്രൂവ് ചെയ്തിട്ടുള്ള മെഡിക്കൽ എക്സാമിനർ ആണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരേണ്ടത്. സാധാരണ ഒരു ഡോക്ടർ തന്നാൽ പോരാ, DGC അപ്രൂവ് ചെയ്തിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടേണ്ടത് എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങൾക്ക് Class 1 മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അഡ്വാൻസ് ട്രെയിനിങ്ങും ലൈസൻസിങ്ങിനും സമയത്താണ്. അപ്പോൾ ഇനീഷ്യലി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Class 2 മെഡിക്കൽ
സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ വേണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആണോ എന്നുള്ള സംഗതികളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതിൻ്റെ പാരാമീറ്റേഴ്സും പ്രോട്ടോക്കോളും ഒക്കെ കൃത്യമായിട്ട് അതിൽ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. DGCA വെബ്സൈറ്റ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു വെബ്സൈറ്റാണ്. ഇനി നിങ്ങൾക്ക് വിമാനം ഓടിക്കാൻ ആവശ്യമായിട്ടുള്ള സ്കിൽ ഉണ്ടാവുക എന്നതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് ഭാഷ ഉണ്ടാവുക, ഇംഗ്ലീഷ് അറിയുക എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ്, പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്നൊരു സംവിധാനം ഉണ്ട്. അത് നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്കൊരു ലൈസൻസിംഗ് ഒക്കെ കിട്ടുന്നതിൻ്റെ ഏകദേശം ഒരു 200 hours ആണ് നിങ്ങൾക്ക് ലൈസൻസ് കിട്ടാൻ ആവശ്യമെങ്കിൽ ഒരു 150 hours ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ ഏകദേശം ഈ ഒരു EPL പ്രൊഫിഷ്യൻസി ടെസ്റ്റ് കൂടി പാസ്സാവണം എന്നുള്ളതാണ്. പിന്നീട് നിങ്ങൾ DGCയുടെ വ്യത്യസ്ത എക്സാമിനേഷൻസ് ആയിരിക്കും എഴുതാനുണ്ടാവുക. തിയറി പഠിക്കണം. ഇതിൽ പ്രധാനപ്പെട്ടതാണ് തിയറി പഠിക്കുക. എയർ നാവിഗേഷൻ, ഏവിയേഷൻ മെട്രിയോളജി, എയർ റെഗുലേഷൻസ്, ടെക്നിക്കൽ ജനറൽ, ടെക്നിക്കൽ സ്പെസിഫിക് തുടങ്ങിയിട്ടൊക്കെയുള്ള സംഗതി. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംഗതികൾ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് വെച്ച് എന്ത് ചെയ്യണം, കാണണം. നിങ്ങൾ കൃത്യമായിട്ട് നോക്കി നോക്കുക. 5 DGCA തിയറിറ്റിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞ ശേഷം പിന്നീട് നിങ്ങൾക്ക് ഗ്രൗണ്ട് ട്രെയിനിങ് ആണ് ഉണ്ടാവുക. ഗ്രൗണ്ട് ട്രെയിനിങ് നിങ്ങൾക്ക് ഓരോന്നിനും ഓരോ ഏജ് സമയമുണ്ട്. സ്റ്റുഡൻറ്റ് പൈലറ്റ് ലൈസൻസ് കിട്ടണമെങ്കിൽ 16 വയസ്സാവണം. അതുപോലെ തന്നെ പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് ഉണ്ടെങ്കിൽ 17 വയസ്സാവണം. കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടണമെങ്കിൽ 18 വയസ്സാവണം എന്നുള്ളതാണ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇനി എത്രയാവും നിങ്ങൾക്കൊരു പൈലറ്റ് ലൈസൻസ് കിട്ടാം? ഏകദേശം കോസ്റ്റ് എന്ന് പറയുന്നത് ആളുകളിലൊക്കെ വലിയ പ്രശ്നമാണ്. എന്ത്, നമ്മൾ സാധാരണ ഒരു വണ്ടി ഓടിക്കുന്ന പോലെ അല്ലാത്തതുകൊണ്ട് തന്നെ വിമാനമായതുകൊണ്ട് തന്നെ എക്സ്പെൻസ് കൂടും. കാരണം വിമാനം എല്ലായിടത്തും അങ്ങനെ എന്താണ് കുറേ നിങ്ങൾക്ക് അവൈലബിൾ ആയിക്കൊള്ളുന്നില്ല. നിങ്ങൾ ഫ്ലൈയിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുന്ന സമയത്തൊക്കെ വളരെ കുറഞ്ഞ എയർക്രാഫ്റ്റുകൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഏകദേശം ഒരു 40 ലക്ഷം മുതൽ 50 ലക്ഷം വരെയൊക്കെ നിങ്ങൾക്ക് ആവറേജിൽ ഒരു കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടാൻ ആവശ്യമായിട്ട് വരുന്നതാണ്. ഇനി കുറച്ചുകൂടി വലിയ വിമാനങ്ങളൊക്കെ പറത്തണം, അതിന് അഡ്വാൻസ് ട്രെയിനിങ് ഒക്കെ വേണമെങ്കിൽ 15 ലക്ഷം മുതൽ 25 ലക്ഷം വരെയൊക്കെ ആവും എന്നുള്ളതാണ്. അത് നിങ്ങൾ എടുക്കുന്ന സ്ഥാപനം, നിങ്ങൾ അഡ്മിഷൻ കിട്ടുന്ന സ്ഥാപനത്തിനനുസരിച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും. സ്ഥാപനം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്തും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DGCA അപ്രൂവ്ഡ് ആയിട്ടുള്ള, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ പോയി പഠിക്കണം. പല സ്ഥാപനങ്ങളും പല രീതിയിലുള്ള അഡ്വർടൈസ്മെന്റുകളൊക്കെ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത്തരം സ്ഥാപനങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ്. പ്രൈവറ്റ് ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 45 മണിക്കൂർ നിങ്ങൾ വിമാനം ഫ്ലൈ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വേണം, ഫ്ലൈയിങ് അവേഴ്സ്. കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടണമെങ്കിൽ 200 മണിക്കൂർ 200 hours പൈലറ്റ് ലൈസൻസ് ഫ്ലൈയിങ് അവേഴ്സ് എക്സ്പീരിയൻസ് വേണം. ATPL എന്ന് പറയുന്നത് 1500 hours ഓഫ് എക്സ്പീരിയൻസ്. അതാണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആ സ്റ്റേജിലേക്കൊക്കെ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കേണ്ടതില്ല, നിങ്ങൾക്ക് വളരെ സെറ്റ് ആയിരിക്കും, നിങ്ങൾ അത്രയും എക്സ്പീരിയൻസ് ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു ജേർണി ഏകദേശം ഞാൻ പറഞ്ഞത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. 10ാം ക്ലാസ്സിൽ +2, അതിനുശേഷം ഫിസിക്സ്, മാത്സ്, ഇംഗ്ലീഷോടുകൂടി +2 പാസ്സാവുക എന്നുള്ളതാണ്. ക്ലാസ് 2 മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ്. അതിനുശേഷം DGCA എക്സാമിനേഷൻസ്, തിയററ്റിക്കൽ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് ഗ്രൗണ്ട് ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതിനുശേഷം നിങ്ങൾ ഫ്ലൈയിങ് അവേഴ്സ് പൂർത്തിയാക്കുന്നു. നിങ്ങൾ ELP ടെസ്റ്റ് കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവാം, നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസിങ് കിട്ടും എന്നുള്ളതാണ്. അങ്ങനെ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഫ്ലൈ ലൈൻസ് നമുക്കറിയാം. ഒരുപാട് എയർലൈൻ കമ്പനികൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ എമിറേറ്റ്സ്, ഖത്തർ എയർവേസ്, അതുപോലെ തന്നെ എയർ ഇന്ത്യ, ഇൻഡിഗോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പല എയർലൈൻ കമ്പനികൾ നിങ്ങൾക്കറിയാം. അത്തരം കമ്പനികളിലേക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പൈലറ്റിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുകയും അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈലറ്റ് ആവാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി ഇത് എവിടെയൊക്കെ പഠിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് പ്രധാനമായിട്ടുള്ള സംഗതിയാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് പറയുന്നത്. അതിൽ കേരളത്തിൽ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതേത് ഇൻസ്റ്റിറ്റ്യൂഷൻ? രാജീവ് ഗാന്ധി അക്കാഡമി ഓഫ് ഏവിയേഷൻ ടെക്നോളജി, ട്രിവാൻഡ്രമാണ്. അതിന് ശേഷം നിങ്ങൾക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉറാൻ അക്കാഡമി, IGRU എന്ന് പറയും. അത് റായ്ബറേലിയിലാണ് ആ സ്ഥാപനം ഉള്ളത്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട പ്രൊമിനൻറ്റ് സ്ഥാപനങ്ങളാണ്. നാഷണൽ ഫ്ലൈയിങ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് മഹാരാഷ്ട്രയിൽ, ബോംബെ ഫ്ലൈയിങ് ക്ലബ് ഉണ്ട്, ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോനോട്ടിക്സ് ഉണ്ട് ഡൽഹിയിൽ, അതുപോലെ തന്നെ വിങ്സ് കോളേജ് ഓഫ് ഏവിയേഷൻ ടെക്നോളജി ഉണ്ട് പൂനെയിൽ, ഗവൺമെന്റ് ഏവിയേഷൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ന്യൂഡൽഹിയിൽ, സ്കൂൾ ഓഫ് ഏവിയേഷൻ സയൻസ് ആൻഡ് ടെക്നോളജി ഡൽഹി ഫ്ലൈയിങ് ക്ലബ് ഉണ്ട്. അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്ഥാപനങ്ങൾ, പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ മാത്രം ലിസ്റ്റ് ചെയ്തതാണ്. ഇതിന് പുറമെ DGCA, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് നോക്കിയതിന് ശേഷം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ചുള്ള സ്ഥാപനമാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അവിടേക്ക് പോവുകയും ട്രൈ ചെയ്യുകയും ഒക്കെ ചെയ്യാൻ. പ്രധാനമായിട്ടും ഫ്ലൈയിങ് അവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ ചേരുന്നത്. കാരണം അവരവിടെ ട്രെയിനിങ് തരുന്നതായിരിക്കും, എക്സാമിനേഷൻസും അതുപോലെ തന്നെ നിങ്ങളെ കൂടുതൽ പറപ്പിക്കാനുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്ന സ്വഭാവത്തിലാണ് ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാവുക എന്നതാണ്. തിരുവനന്തപുരത്തുള്ള സ്ഥാപനങ്ങളൊക്കെ വളരെ പ്രസിദ്ധമാണ്. അതിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. എല്ലായിടത്തും എല്ലാ ടൈപ്പ് ഓഫ് ബോയ് വിമാനങ്ങളും വിമാനത്തിൻ്റെ പല ടൈപ്പുകളും ഉണ്ടായിക്കോണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥാപനങ്ങൾ നിങ്ങൾ കണ്ടെത്താനാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പൈലറ്റ് ആവാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ മക്കളെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.